നിയമസഭാ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കാൻ പോലും കഴിയാത്ത നിലയിലേക്ക് തകർന്നടിഞ്ഞിരിക്കുന്ന സിപിഎമ്മിന്റെ നാണം കെടുത്തുന്ന ഒരു വാർത്ത കൂടി കേരളം ചർച്ച ചെയ്യുകയാണ്. സിപിഎം റാന്നി ഏരിയ കമ്മിറ്റി അംഗവും ഡിവൈഎഫ്ഐ ബ്ലോക്ക് പ്രസിഡന്റുമായ അലൻ മാത്യുവിനെതിരെ ഗുരുതരമായ പീഡന ആരോപണമാണ് ഉയർന്നിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് സമയത്ത് സിപിഎമ്മിനെ പ്രതിസന്ധിയിലാക്കിക്കൊണ്ടാണ് നേതാവിനെതിരായ ആരോപണം വാർത്തയാകുന്നത്. അതിജീവിത ആത്മഹത്യയ്ക്ക് ശ്രമിച്ചതോടെ എഫ്ഐആർ ഇടാൻ പോലീസ് നിർബന്ധിതരാവുകയായിരുന്നു. അതുവരെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പോലീസ് സിപിഎം നേതാവിനെ സംരക്ഷിക്കാൻ മാത്രമാണ് ശ്രമിച്ചത്. ഇതോടെ ഒളിവിൽ പോയ അലൻ മാത്യുവിനെ ഉടൻ അറസ്റ്റ് ചെയ്യാൻ പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവി ആർ ആനന്ദ് പ്രത്യേക സംഘത്തെ നിയോഗിച്ചു. രാഹുൽ മാങ്കൂട്ടത്തിലിനെ വേട്ടയാടിയ സിപിഎമ്മിനെതിരെ ലൈംഗിക പരാതി തന്നെ തലയ്ക്ക് മുകളിൽ വാളായി ഉയർന്നിരിക്കുകയാണ്. രാഹുൽ കേസിൽ ഗർഭചിത്രം ആരോപിക്കപ്പെട്ടെങ്കിലും തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല. വിവാഹമോചിതയായ തന്നേക്കാൾ മുതിർന്ന യുവതിയെ വിവാഹ വാഗ്ദാനം നൽകി അലൻ പീഡിപ്പിച്ചു എന്നാണ് പരാതി. പാർട്ടി പ്രതിസന്ധിയിലാകാതിരിക്കാൻ സിപിഎം ജില്ലാ സെക്രട്ടറി ഇടപെട്ട് കേസെടുക്കുന്നത് തടഞ്ഞുവെന്നാണ് ആക്ഷേപം. ഇതിനിടെ അതിജീവിത താനും അലനും ഒരുമിച്ചുള്ള ഫോട്ടോകൾ ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്തതും ചർച്ചയായി. വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചെന്നും ഗർഭം അലസിപ്പിക്കാൻ ശ്രമിച്ചെന്നുമാണ് യുവതി പരാതി നൽകിയിരിക്കുന്നത്. അലനെ സ്ഥാനങ്ങളിൽ നിന്ന് നീക്കി പാർട്ടി തടിയുരാൻ ശ്രമിക്കുകയും ചെയ്തു. തൃശൂരിൽ ജോലി ചെയ്തിരുന്ന യുവതിയുമായി നേരത്തെ അലന് പരിചയമുണ്ടായിരുന്നു. യുവതിയുടെ വിവാഹശേഷവും ബന്ധം തുടർന്നു. തന്നെ നിരന്തരമായി ലൈംഗിക ചൂഷണം ചെയ്തെന്നും ഗർഭിണിയായപ്പോൾ ഗർഭം അലസിപ്പിച്ചെന്നും യുവതിയുടെ പരാതിയിൽ പറയുന്നുണ്ട്. നീതി ലഭിക്കില്ലെന്ന ആശങ്കയിൽ യുവതി ആത്മഹത്യയ്ക്ക് ശ്രമിക്കുകയായിരുന്നു. നിലവിൽ ചികിത്സയെ തുടരുന്ന യുവതിയുടെ നില ഗുരുതരമാണെന്നാണ് വിവരം. സമരമുഖങ്ങളിൽ നിറഞ്ഞിരുന്ന നേതാവ് പീഡനക്കേസിൽ കുടുങ്ങിയത് സിപിഎം ജില്ലാ നേതൃത്വത്തിനും വലിയ അടിയായിരിക്കുകയാണ്. 2024 ജൂൺ മാസത്തിനു ശേഷമാണ് കോട്ടയം റെയിൽവേ സ്റ്റേഷനിലെത്തിയ യുവതിയെ അലൻ കാറിൽ കൊണ്ടുപോയി പലതവണ പീഡനത്തിന് ഇരയാക്കിയത്. 2025 മെയ് 18 കൊച്ചിയിലും ജൂലൈ 8 വാഗമണ്ണിൽ വെച്ചും യുവതിയെ ക്രൂരമായി പീഡിപ്പിച്ചു. ഒടുവിൽ 2026 ജനുവരി 1 ചങ്ങനാശ്ശേരിയിൽ വെച്ചും അലൻ യുവതിയെ പീഡനത്തിന് ഇരയാക്കിയെന്നാണ് വിവരം. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ തെരുവിൽ സമരം നയിച്ച നേതാവ് പീഡനക്കേസിൽ അകപ്പെട്ടത് സിപിഎമ്മിന് കനത്ത തിരിച്ചടിയായിരിക്കുകയാണ്. സിപിഎം ജില്ലാ നേതൃത്വത്തിന് വലിയ നാണക്കേടാണ് ഈ പീഡനക്കേസ് ഉണ്ടാക്കിയിരിക്കുന്നത്. രാഹുലിനെ കേസിൽ കുടുക്കി പോലീസ് കസ്റ്റഡിയിൽ ചീമുട്ട എറിഞ്ഞവരാണ് ഈ ഡിവൈഎഫ്ഐക്കാർ. ആ നേതാക്കൾക്കു മേലാണ് നാണം കെട്ട ഈ കേസ് വന്നു പതിച്ചത്. സിപിഎം നേതാവിനെ നോക്കി ഇന്ന് ജനം മൂക്കത്ത് വിരൽ വയ്ക്കുകയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഉണ്ടായ പീഡനക്കേസ് പാർട്ടിയെ വലിയ നഷ്ടത്തിലേക്ക് കൊണ്ടെത്തിക്കുമെന്ന് ഉറപ്പാണ്.